അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മലയാളി പെന്തക്കോസ്ത് ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ സൺഡേ സ്കൂൾ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് 9ാം ക്ലാസ് സൺഡേ സ്കൂള് 9ാം ക്ലാസ് 28ാം അധ്യായമാണ്. 28ാം അധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയമാണ്. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിൻ്റെ 5ാം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ വ്യത്യസ്തമായ മറ്റ് ഭാഗങ്ങൾ പ്രിയ കുഞ്ഞുങ്ങളെല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ 28ാം അധ്യായം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന പാഠമാണ്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന പാഠത്തിൽ അതിൻ്റെ 5ാം ഭാഗം മഹോപദ്രവവും പ്രതിഫല വിഭജനവും എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വായന ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ എല്ലാ കൂട്ടുകാരും വായിക്കുക. വെളിപ്പാട് പുസ്തകം 6ാം അധ്യായം, 7ാം അധ്യായം, 8ാം അധ്യായം. വെളിപ്പാട് 6, 7, 8 അധ്യായങ്ങൾ എല്ലാ കൂട്ടുകാരും വായിക്കുവാൻ ശ്രമിക്കുക. മനപ്പാഠമായി നമുക്ക് നൽകിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 3ാം അധ്യായം അതിൻ്റെ 10 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ് മനപ്പാഠമായിട്ട് ലഭിച്ചിരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും മനപ്പാഠവാക്യങ്ങൾ പഠിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മനപ്പാഠവാക്യം ഞാൻ ഒന്ന് വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വെളിപ്പാട് പുസ്തകം 3ാം അധ്യായം അതിൻ്റെ 10, 11 വാക്യങ്ങൾ മനപ്പാഠമായിട്ട് ലഭിച്ചിരിക്കുന്നു. നമുക്ക് വായിക്കാം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. അപ്പോൾ ദൈവസഭയുടെ ഏറ്റവും നിർണായകമായ, വളരെ ചിന്തനീയമായ, ദൈവസഭയുമായി ബന്ധപ്പെട്ട് വളരെ ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിൻ്റെ 5ാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മഹോപദ്രവവും പ്രതിഫല വിഭജനവും. അപ്പോൾ നമ്മൾ സൺഡേ സ്കൂൾ സിലബസിൽ തന്നിരിക്കുന്ന ആ സിലബസിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ക്ലാസ്സിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാരും സൺഡേ സ്കൂൾ പുസ്തകങ്ങൾ വായിക്കുകയും ഈ ലോക്ക്ഡൗൺ കാലത്ത്, അല്ലെങ്കിൽ ഈ COVID-19 ബാധിച്ചിരിക്കുന്ന ഈ കാലത്ത് കൂടുതൽ ബൈബിൾ വായനയും വേദപുസ്തക പഠനവും ആവശ്യമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മനപ്പാഠം നിങ്ങൾ പഠിക്കുക. വെളിപ്പാട് 3ാം അധ്യായം 10, 11 വാക്യങ്ങൾ. തുടർന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഈ പാഠത്തിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. ഓരോ ചാപ്റ്ററും നമ്മൾ പഠിക്കുമ്പോൾ there is an objective behind every chapters. ഓരോ ചാപ്റ്ററിൻ്റെയും പുറകിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു റീസൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പർപ്പസ് ഉണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിൻ്റെ കാരണം, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം ഭൂമിയിലുണ്ടാകുന്ന മഹോപദ്രവ കാലത്ത് ദൈവജനം സ്വർഗത്തിൽ സുരക്ഷിതരായി ഇരുന്ന് കർത്തൃകരങ്ങളിൽ നിന്ന് തങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ പ്രാപിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നല്ലതുപോലെ ജീവിക്കണം, നല്ല വാക്കുകൾ പറയണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, ഗുരുജനങ്ങളെ അനുസരിക്കണം, അതുപോലെ തന്നെ സ്കൂളിലുള്ള ടീച്ചേഴ്സിനെ അനുസരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവപ്പച്ചൻ്റെ വരവിൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടണമെങ്കിൽ, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച് കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ നല്ല സ്വഭാവത്തിന്
ഉടമകളായെങ്കിൽ മാത്രമേ നമുക്ക് കർത്താപ്പച്ചൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം, ഈ പാഠത്തിൻ്റെ ഉദ്ദേശം പ്രധാനമായും മഹോപദ്രവ കാലത്തെ പറ്റിയും അതുപോലെ തന്നെ പ്രതിഫല വിഭജനവും എന്ന ഒരു ടൈറ്റിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം ഭൂമിയിൽ ഉണ്ടാകുന്ന മഹോപദ്രവ കാലം. അപ്പോൾ ഒരു ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നൊരു വാക്കവിടെ ഉണ്ട്. ഗ്രേറ്റ് ട്രിബുലേഷൻ അതെവിടെ സംഭവിക്കും? ഈ ഭൂമിയിൽ സംഭവിക്കും. പരമ്പരാഗതമായി നമ്മുടെ സഭ വിശ്വസിക്കുന്ന ഒരു കാര്യമാണിത്. യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം രണ്ട് രീതിയിലുള്ള പ്രത്യക്ഷതയാണുള്ളത്. ഒന്ന് മേഘപ്രത്യക്ഷതയാണ്, രണ്ട് മഹത്വ പ്രത്യക്ഷതയാണ്. അപ്പോൾ നമ്മുടെ സഭ വിശ്വസിക്കുന്നത് യേശു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം ഈ ലോകത്തിൽ ഒരു മഹോപദ്രവ കാലം ഉണ്ടാകും. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നാണ്. ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ലോകത്തിലുള്ള ജനത ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാകഷ്ടമുള്ള കാലം, വലിയ ഉപദ്രവമുള്ളൊരു കാലം ഈ ഭൂമിയിലുണ്ടാകും. ഈ ഭൂമിയിൽ അങ്ങനെ 7 വർഷം മഹോപദ്രവ കാലമായിരിക്കും. ആ 7 വർഷം ദൈവജനം സ്വർഗത്തിൽ കർത്താവപ്പച്ചൻ്റെ കരങ്ങളിൽ എന്തായിരിക്കും? വളരെ സേഫ് ആയിരിക്കും. അപ്പോൾ കർത്താവപ്പച്ചൻ്റെ കരങ്ങളിൽ വളരെ സേഫ് ആയിരിക്കും എന്ന് മാത്രമല്ല, ആ സമയത്ത് ഓരോ പ്രിയപ്പെട്ടവരും തങ്ങൾക്ക് വേണ്ടുന്ന പ്രതിഫലങ്ങളെ എന്ത് ചെയ്യും? പ്രാപിക്കും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ മേഘത്തിലെ വരവിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർക്കും അന്ന് ജീവനോടിരിക്കുന്ന ദൈവജനത്തിനും എന്ത് സംഭവിക്കും? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ മേഘത്തിലെ വരവിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 2 രീതിയിലുള്ള വരവാണുള്ളത്. ഒന്ന് മേഘപ്രത്യക്ഷതയാണ്, രണ്ടെന്താണ്? മഹത്വ പ്രത്യക്ഷതയാണ്. അപ്പോൾ മേഘപ്രത്യക്ഷതയിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുണ്ടല്ലേ. എന്താ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരെന്ന് പറയുന്നത്? യേശു അപ്പച്ചൻ്റെ വഴികളെ പിന്തുടർന്ന് ദൈവവചനം വായിക്കുകയും അതിനനുസരിച്ച് ദൈവവചനത്തിലുള്ള കൽപ്പനകളെയും ന്യായപ്രമാണങ്ങളെയൊക്കെ പ്രമാണിച്ച് വിശുദ്ധിയിലും വേർപാടിലും ഒക്കെ ജീവിച്ച ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലേ. അവർ മരിച്ചുപോയി, നിദ്ര പ്രാപിച്ചു. അപ്പോൾ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർക്കും ജീവനോടെ ഇരിക്കുന്ന ദൈവജനത്തിനും എന്ത് സംഭവിക്കും? എന്താ അവർക്ക് സംഭവിക്കുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 49-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ ശരീരസ്ഥിതി മാറും. അവരുടെ ശരീരസ്ഥിതി മാറുമെന്ന് പറഞ്ഞാൽ അവരെന്ത് പ്രാപിക്കും? അവർ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും. സ്വർഗത്തിലുള്ള യേശു അപ്പച്ചൻ്റെ പ്രതിമ ഈ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യും? ധരിക്കും. അഥവാ മരണമില്ലാത്ത സ്വർഗീയ ശരീരം പ്രാപിക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിൽ നിദ്ര കൊള്ളുന്ന പ്രിയപ്പെട്ടവരും ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരും സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത സ്വർഗീയ ശരീരത്തെ അവരെന്ത് ചെയ്യും? പ്രാപിക്കും. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളായ ആദമും ഹവ്വയും ദൈവസന്നിധിയിൽ പാപം ചെയ്ത് അവരെ ദൈവം എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആ പുറത്താക്കലിൻ്റെ കൂടെ ഒരു പ്രധാന കാര്യം സംഭവിച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല, അവരുടെ തേജസ്സിൻ്റെ വസ്ത്രം എന്ത് ചെയ്തു? അവരുടെ തേജസ്സിൻ്റെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടിട്ട് അവർ ഈ ഭൂമിയിൽ ഒരു വല്ലാത്ത കഷ്ടപ്പെടുന്ന ജീവിതം നയിക്കേണ്ടതായിട്ട് വന്നു. അവരുടെ പാപത്തിൻ്റെ പരിണിത ഫലം എന്ന വണ്ണം ആദാമ്യ സന്തതി മുഴുവൻ എന്തായി? പാപത്തിൽ വീണു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ തന്നെ പാപത്തിൽ വീണ ആദാമ്യ സന്തതി യേശു കർത്താവിൻ്റെ രക്തത്താലുള്ള വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, അവർ കർത്താവിൽ നിദ്ര കൊള്ളുമ്പോൾ, അല്ലെങ്കിൽ അവർ ജീവനോടെ ആയിരിക്കുമ്പോൾ, കർത്താവ് വരുന്നൊരു സമയം, കർത്താവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവ് വേഗത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവനോടെ ഇരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. നമ്മുടെ ബോഡിക്കൊരു ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടാവും. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അതുപോലെ തന്നെ മരിച്ചവരക്ഷയരായി എഴുന്നേറ്റ് വരുന്നൊരു സമയമുണ്ട്. അതായത് സ്വർഗീയ ശരീരം പ്രാപിക്കും, മരണമില്ലാത്ത ശരീരം പ്രാപിക്കും. അത് മാത്രമല്ല, ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് എന്ത് നൽകും? അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായ പ്രതിഫലങ്ങളും കിരീടങ്ങളും നൽകും. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ മഹോപദ്രവകാലമായിരിക്കും. 7 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം. പ്രത്യേകിച്ച് കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
മഹോപദ്രവ കാലവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ചിന്താധാരകളും വ്യത്യസ്തമായ പഠനങ്ങളും ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ IPC സൺഡേ സ്കൂൾ സിലബസ് അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് യേശു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷമുള്ള 7 വർഷം ഈ ഭൂമിയിൽ മഹോപദ്രവ കാലമായിരിക്കും. ആ 7 വർഷം സഭ, യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിൽ യേശു അപ്പച്ചൻ്റെ കരങ്ങളിൽ ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയും അതുപോലെ തന്നെ ആ സമയത്ത് ദൈവം യേശു കർത്താവ് കുഞ്ഞുങ്ങൾക്ക് എന്ത് നൽകും? വിശുദ്ധന്മാരായ തൻ്റെ വൃതന്മാർക്ക്, തൻ്റെ കാന്തയ്ക്ക് എന്ത് നൽകുമെന്നാണ് പറയുന്നത്? വിശേഷാൽ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലവും കിരീടവും നൽകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. നമുക്കിനി മഹോപദ്രവ കാലത്തെ പറ്റി ചിന്തിക്കാം. മഹോപദ്രവ കാലത്തിൻ്റെ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം ഓഫ് ഗ്രേറ്റ് ട്രിബുലേഷൻ. ലോകത്തിൽ ഇന്ന് വരെയും ആരും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടതയുടെ സമയമായിരിക്കും. ട്രിബുലേഷൻ്റെ സമയമാണ്, അഫ്ലിക്ഷൻ്റെ സമയമാണ്, ഫാമിൻ്റെ സമയമാണ്, അത് ഒത്തിരി കാറ്റസ്ട്രോഫീസ് ഉണ്ടാകുന്ന സമയമാണ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയം, ക്ഷാമം ഉണ്ടാകുന്ന സമയം, അതുപോലെ തന്നെ വലിയ ദാരിദ്ര്യം ഉണ്ടാകുന്ന സമയം, ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഉപദ്രവകാലം വരാൻ പോവുകയാണ്. ആ ഉപദ്രവകാലത്തിന് പറയുന്ന പേരാണെന്ത്? മഹോപദ്രവ കാലം എന്ന് പറയും. അപ്പോൾ വിശുദ്ധന്മാരുടെ ഉൽപ്രാവണത്തിനും യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കുമിടയിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? എപ്പോഴാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ ഉണ്ടാകുന്നത്? എപ്പോഴാണ് മഹോപദ്രവ കാലം ഉണ്ടാകുന്നത്? യേശു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷമുള്ള 7 വർഷങ്ങളാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷമുള്ള 7 വർഷങ്ങൾ മഹോപദ്രവ കാലഘട്ടമായിരിക്കും ഈ ഭൂമിയിൽ. ആ 7 വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. അപ്പോൾ വിശുദ്ധന്മാരുടെ ഉൽപ്രാവണത്തിനും യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കുമിടയിൽ ഭൂമിയിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് യഹൂദന്മാരായവർക്ക് വലിയ കഷ്ടമുണ്ടാകും. ഈ കഷ്ടം 7 വർഷമായിരിക്കുമെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ബൈബിൾ പറയുന്നത് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകുമെന്ന് മത്തായി സുവിശേഷം 24-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകുമെന്ന് ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. ഈ കഷ്ടകാലത്തിന് മറ്റൊരു പേര് പറയുന്നുണ്ട്, യാക്കോബിൻ്റെ കഷ്ടകാലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു കഷ്ടകാലം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ കാലം, അതുപോലെ മറ്റൊരു പേര് പറയുന്നത്, ഇതിന് യാക്കോബിൻ്റെ കഷ്ടകാലം എന്നൊരു പേര് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇപ്രകാരമുള്ള കഷ്ടകാലത്തിൻ്റെ കാരണങ്ങൾ. സോ ഗ്രേറ്റ് ട്രിബുലേഷൻ, സോ ഇറ്റ്സ് എ ടൈം ഓഫ് ഗ്രേറ്റ് ട്രിബുലേഷൻ അറ്റ് ഇറ്റ് ലോങ്സ് ഫോർ 7 years. 7 വർഷമാണ് ഈ ഉപദ്രവകാലം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 7 years ഈ ഉപദ്രവകാലം എന്തുകൊണ്ടുണ്ടാവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ 7 വർഷം മഹോപദ്രവകാലം ഉണ്ടാകുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ലോകത്തിൽ മഹോപദ്രവകാലം ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറ്റപ്പെടുന്നു എന്ന കാരണമാണ്. ഒന്നാമത്തെ കാരണം എന്താണ്? ലോകത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുന്നു. അതാണ് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്. അവിടെ പറയുന്നു, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇവിടെ തടുക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. അധർമ്മമൂർത്തി എന്ന് പറയുന്നത് നമുക്കറിയാം, സഭായുഗത്തിൽ നമുക്കറിയാം അധർമ്മമൂർത്തി എന്ന് പറയുന്നത് പിശാചിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തടുക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, സഭായുഗത്തിൽ ക്രിസ്തുവാം മണവാളന് വേണ്ടി കാന്തയാം സഭയെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവ് സഭയോടുകൂടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു.
അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഹോളി സ്പിരിറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ടു പ്രിപ്പയർ ദ ചർച്ച്, സഭയെ ഒരുക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ധർമ്മം. സഭയെ എന്തിനു വേണ്ടി ഒരുക്കുക? ക്രിസ്തുവാകുന്ന മണവാളന് വേണ്ടി നല്ല കാന്തയായി സഭയെ ഒരുക്കുക എന്ന ധർമ്മമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ആ ധർമ്മം കഴിയുമ്പോൾ, ആ പ്രവൃത്തി കഴിയുമ്പോൾ, അതായത് യേശു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയോടുകൂടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? മാറ്റപ്പെടും. അപ്പോൾ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ, അതായത് മഹോപദ്രവകാലത്തിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. രണ്ടാമത്തെ കാരണം നമുക്ക് നോക്കാം. സഭ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നു. ഭൂമിയുടെ ഉപ്പായ ദൈവജനം, ലോകത്തിൻ്റെ വെളിച്ചമായ ദൈവജനം മാറിക്കഴിയുമ്പോൾ പരസ്പര സ്നേഹം അപ്രത്യക്ഷമാവുകയും അന്ധകാര ശക്തികൾ പ്രബലപ്പെടുകയും ചെയ്യുന്നു. നാം പലപ്പോഴും, ഞാനിതൊക്കെ പറയുമ്പോഴും കൂട്ടുകാരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളിൽ പലരും, നിങ്ങളിൽ ഒട്ടുമിക്ക കൂട്ടുകാരും രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, കുറേ കൂട്ടുകാർ സ്നാനപ്പെട്ടവരായിരിക്കാം. ഞാൻ സ്നാനപ്പെട്ടവരോടും രക്ഷിക്കപ്പെട്ടവരോടും ചോദിക്കുന്നു, നിങ്ങൾ ശരിക്കും ഭൂമിയുടെ ഉപ്പായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ലോകത്തിൻ്റെ വെളിച്ചമായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവ് പറ്റി നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഭൂമിയുടെ ഉപ്പായിട്ട് തന്നെ ജീവിക്കണം. നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് തന്നെ എന്ത് ചെയ്യണം? ജീവിക്കണം. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഒരു പരസ്പര സ്നേഹമുണ്ടായിരുന്നു, പരസ്പര കൂട്ടായ്മ ഉണ്ടായിരുന്നു, യാതൊരുവിധ പ്രതിസന്ധികളും ഉണ്ടായിരുന്നില്ല. എന്നാൽ സഭ എന്ന ഈ മർമ്മം, സഭ എന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടി ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതോടുകൂടി എന്ത് നഷ്ടപ്പെടും? ഭൂമിയിൽ പരസ്പര സ്നേഹം അപ്രത്യക്ഷമാവുകയും അന്ധകാര ശക്തികൾ പ്രബലപ്പെടുകയും ചെയ്യും. ഒന്നാമത്തെ കാരണം പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. മഹോപദ്രവകാലത്തിൻ്റെ കാലസമയത്തെ കഷ്ടകാലത്തിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. 1, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. 2, സഭ ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നു. 3, സാത്താൻ സ്വതന്ത്രമായി പ്രവർത്തിക്കത്തക്കവണ്ണം ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നു. സ്വർഗത്തിൽ നിന്ന് സാത്താനെ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് തള്ളിക്കളയും. എന്നിട്ട് എന്തിനാണ് തള്ളിവിടുന്നത്? ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ, സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഭൂമിയിലേക്ക് എന്ത് ചെയ്യും? തള്ളിവിടുന്നു. പിശാച് അല്ലെങ്കിൽ സർപ്പം തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഭൂവാസികളെ പീഡിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 17 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സാത്താനെ എന്ത് ചെയ്യുന്നു? പിശാചിനെ എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുന്നു. അങ്ങനെ തള്ളപ്പെട്ട പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് മഹാക്രോധത്തോടെ ഭൂവാസികളെ എന്ത് ചെയ്യുന്നു? പീഡിപ്പിക്കുന്നു. നമുക്കറിയാം പിശാച് എന്താ അങ്ങനെ മഹാക്രോധത്തോടെ ഭൂവാസികളെ പീഡിപ്പിക്കുന്നതിൻ്റെ കാരണം? ഒത്തിരി കാരണങ്ങളുണ്ടല്ലേ, അതൊന്നും ഇവിടെ പറയാനുള്ള സമയമില്ല. നിങ്ങൾക്ക് ഈ ചാപ്റ്ററുകളിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും പഠിക്കുകയും സംശയങ്ങൾ ദൈവദാസന്മാരോട് ചോദിക്കുകയും ചെയ്യണം. അപ്പോൾ ഒന്നാമതായി പരിശുദ്ധാത്മാവ് മാറ്റപ്പെടുന്നു. രണ്ടാമതായി സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. മൂന്നാമതായി സാത്താൻ സ്വതന്ത്രമായി പ്രവർത്തിക്കത്തക്കവണ്ണം ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നു. നാലാമതായി ദൈവക്രോധം ചൊരിയപ്പെടുന്നു. കൃപയുടെ കാലത്തെ അഗണ്യമാക്കി ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നവരുടെ മേൽ ദൈവക്രോധം ചൊരിയപ്പെടുന്നു. ദൈവപുത്രന്റെ നിഷ്കളങ്ക രക്തം ചീന്തിയ ലോകത്തോട് ദൈവത്തിന് വ്യവഹാരമുണ്ട്. മാത്രമല്ല വിശുദ്ധന്മാരുടെ രക്തം ചീന്തിയതിനും പ്രതികാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, കൃപയുടെ കാലത്ത്, അതായത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീനെന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ആ ശബ്ദം മുതൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, കൃപയാൽ പ്രാപിക്കേണ്ടുന്ന ദൈവത്തിൻ്റെ രക്ഷയെ പ്രാപിക്കാതെ ഈ ലോകത്തിന് അനുസൃതമായി ജീവിച്ച പ്രിയപ്പെട്ടവരുടെ മേൽ എന്ത് ചൊരിയപ്പെടുന്നു? ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ദൈവം തൻ്റെ പുത്രനെ
ഈ ലോകത്തിലേക്ക് അയച്ചിട്ടും ദൈവപുത്രനായ യേശു ക്രിസ്തു തൻ്റെ രക്തം ഈ ലോകത്തിൽ ചൊരിഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ആ ഒരു സുവിശേഷത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ ജീവിച്ചവരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുന്നു. നാലാമതായി, യഹൂദൻ അതായത് ഇസ്രായേൽ അനുതപിച്ച് തങ്ങൾ കുത്തിയവങ്കലേക്ക് നോക്കേണ്ടതിന് അവർ മഹോപദ്രവ കാലത്തിൽ കൂടി പോകേണ്ടത് ആവശ്യമായി വരുന്നു. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ എന്നെ എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. യേശു വന്നത് ഏത് കമ്മ്യൂണിറ്റിയിലാണ്? യേശു യഹൂദന്മാരുടെ ഇടയിലാണ് വന്നത്. പക്ഷേ യഹൂദന്മാർ യേശുവിനെ എന്ത് ചെയ്തില്ല? യഹൂദന്മാർ യേശുവിനെ കൈക്കൊണ്ടില്ല. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, കുത്തിയവങ്കിലേക്ക് നോക്കുക എന്നുള്ളതൊരു ദൈവിക പദ്ധതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മക്കൾ യഹൂദന്മാർ അനുതപിച്ച് തങ്ങൾ കുത്തിയവങ്കിലേക്ക് നോക്കുന്നതിന് അവർ മഹോപദ്രവ കാലത്തിലൂടെ കടന്നു പോവുക ആവശ്യമായിരുന്നു. സെക്കര്യാവിൻ്റെ പ്രവചനം 12-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഒരു ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ ടൈം ഉണ്ടാവുന്നു. യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്കും, അതായത് സഭയുടെ ഉൽപ്രാപണത്തിനും യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയിലുള്ള 7 വർഷത്തെ കാലഘട്ടത്തിനാണ് നമ്മൾ മഹോപദ്രവ കാലഘട്ടം അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വലിയ കഷ്ടങ്ങളും വലിയ ഉപദ്രവവും ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചു. 1, പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. 2, ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു. 3, സാത്താൻ സ്വതന്ത്രമായി പ്രവർത്തിക്കത്തക്കവണ്ണം ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നു. 4, ദൈവം തൻ്റെ ക്രോധം ചൊരിയുന്നു. 5, യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേൽ തങ്ങൾ കുത്തിയവങ്കിലേക്ക് നോക്കേണ്ടതിന് മഹോപദ്രവ കാലത്തിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് പീരീഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, സമാധാനം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എന്താണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? ഭൂമിയിൽ നിന്ന് സമാധാനം മാറ്റപ്പെടും. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് കർത്താവപ്പച്ചൻ പറഞ്ഞ വാക്കുകളൊക്കെ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ഭൂമിയിൽ നിന്ന് സമാധാനം എന്ത് ചെയ്യും? മാറ്റപ്പെടും. വെളിപ്പാട് പുസ്തകം 6:4 കാണുന്ന രക്തനിറമുള്ള കുതിര പുറപ്പെടുന്നതോടുകൂടെ കൊലയും നടമാടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1, സമാധാനം ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതാണ് ഈ കാലത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ക്ഷാമമുണ്ടാകുന്നു. ഭൂമിയിൽ ഭയങ്കരമായ ക്ഷാമമുണ്ടാകുന്നു. ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടതായി വരുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയുന്നു. അതാണ് രണ്ടാമത്തെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മരണം. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം കൊണ്ടും അനേകർ എന്ത് ചെയ്യുന്നു? മരണത്തിന് ഇരയായിട്ട് മാറുന്നു. ഒന്നാമതായിട്ട് ക്ഷാമമുണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒന്നാമത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷാമമുണ്ടാകുന്നു. സമാധാനം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുന്നു. ഒന്നാമത്തെ പ്രത്യേകത, സമാധാനം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ഭൂമിയിൽ ക്ഷാമം ഉണ്ടാകുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ ഇത് പറയുന്നുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത, മരണം. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും കാട്ടുമൃഗങ്ങളുടെ ആക്രമണം കൊണ്ടും അനേകർ എന്ത് ചെയ്യുന്നു? മരണത്തിന് ഇരയായിത്തീരുന്നു. നാലാമതായി, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കറുത്തു പോകും, അഥവാ പ്രകാശം നൽകാതെ ഇരിക്കും. അതും വെളിപ്പാട് പുസ്തകം 6:12 മുതൽ 15 വരെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, സമാധാനം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. രണ്ടാമത് ക്ഷാമം ഉണ്ടാകുന്നു. മൂന്നാമത് മരണം ഭവിക്കുന്നു. നാലാമത് പ്രകൃതി ശക്തികൾ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? അതൊക്കെ കറുത്തു പോകുന്നു. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും നിരാശയോടെ ഒളിവിടം തേടി വരുന്നൊരു സമയമാണിത്. അഞ്ചാമതായി, ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഭരണം നടത്തുന്നത്
ക്രിസ്തുവിനെതിരായ ഒരു ഏകാധിപതിയായിരിക്കും. അവന് എതിർ ക്രിസ്തു എന്നോ അന്തിക്രിസ്തു എന്നോ അധർമ്മമൂർത്തി എന്നോ പേര് പറയാം. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്തിക്രിസ്തു എന്ന പേരാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് നമ്മൾ എതിർ ക്രിസ്തു എന്നാണ് നമ്മൾ ഇപ്പോൾ അതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഭരണം നടത്തുന്ന ആരായിരിക്കും? ഒരു ഏകാധിപതിയായിരിക്കും. ആ ഏകാധിപതിയെ നമുക്ക് എതിർ ക്രിസ്തു എന്ന് വിളിക്കാം. അധർമ്മമൂർത്തി എന്നോ എതിർ ക്രിസ്തു എന്നോ അന്തിക്രിസ്തു എന്നൊക്കെ വിളിക്കാം. എതിർ ക്രിസ്തു എന്ന് വിളിക്കുന്നതാണ് കുറെ കൂടെ ഉത്തമമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവൻ ലോകത്തിൻ്റെ അനിഷേധ്യ നേതാവായിരിക്കും. ലോകം മുഴുവൻ അവനെ എന്ത് ചെയ്യും? അവനെ അംഗീകരിക്കുകയും അവൻ ഒറ്റ നേതാവായി ഏകാധിപതിയായി വാഴ്ച നടത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും. 1 യോഹന്നാൻ 2:18 വായിക്കുക, വെളിപ്പാട് 13-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുക. ഈ അധിപതിയുടെ പ്രത്യേകത, ഈ അധിപതി എഴുന്നേൽക്കുന്നത് സിറിയയിൽ നിന്നോ ഗ്രീസിൽ നിന്നോ ആകാൻ സാധ്യതയുണ്ട് എന്നും പഠനങ്ങൾ പറയപ്പെടുന്നു. ഇനി നമുക്ക് മഹോപദ്രവകാല സംഭവങ്ങൾ എന്താണെന്ന് നോക്കാം. അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലത്ത്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് നാമധേയ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സമൂഹം ഭൂമിയിൽ ഉണ്ടായിരിക്കും. അതായത് നോർമലായിട്ടുള്ള ക്രിസ്ത്യൻസ്. അങ്ങനെ നാമധേയ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സമൂഹം ഈ ഭൂമിയിലുണ്ട്. അവരൊരു മതനേതാവിൻ്റെ കീഴിൽ എന്ത് ചെയ്യും? സംഘടിക്കപ്പെടും. രാഷ്ട്രത്തിൻ്റെ നേതാവായ എതിർ ക്രിസ്തുവും മതത്തിൻ്റെ നേതാവും തമ്മിൽ സഖ്യം ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ഇംഗ്ലണ്ടിൻ്റെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മതവും രാജ്യ സംവിധാനങ്ങളൊക്കെ ഒരേപോലെ പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. എന്ന് പറയുന്നത് പോലെ തന്നെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ആ എതിർ ക്രിസ്തുവിൻ്റെ ഭരണസമയത്ത്, എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കുന്ന സമയത്ത് നാമധേയ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സമൂഹം ഉണ്ടാകും. അവർ മതനേതാവിൻ്റെ കീഴിൽ എന്ത് ചെയ്യും? സംഘടിക്കപ്പെടും എന്ന് കാണുന്നു. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ നേതാവായ എതിർ ക്രിസ്തുവും മതത്തിൻ്റെ നേതാവും തമ്മിൽ സഖ്യം ചെയ്യും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് യേശുപ്പച്ചൻ്റെ വരവിൽ എടുക്കപ്പെടാൻ വേണ്ടി ആയിരിക്കണം. വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം, ദൈവ വഴി വിട്ടു പോകാനായി പാടില്ല. അങ്ങനെ നാം ദൈവ വഴി വിട്ടു പോയാൽ സംഭവിക്കുന്ന കാര്യം, ഈ നാമധേയ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നമ്മളും എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ കാണുന്ന അനാവശ്യമായ ഇടപെടലുകളൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ സഭകളിൽ പോലും കാണുന്ന അനാരോഗ്യകരമായ പ്രവണതകളെയൊക്കെ ഉപേക്ഷിച്ച് യേശു അപ്പച്ചൻ്റെ വരവിന് വേണ്ടി നമുക്ക് കൂടുതൽ ഒരുങ്ങാം. അപ്പോൾ ഈ മതത്തിൻ്റെ നേതാവും രാഷ്ട്രത്തിൻ്റെ നേതാവായ എതിർ ക്രിസ്തുവും തമ്മിൽ എന്ത് ചെയ്യും? ഒരു സഖ്യതയുണ്ടാക്കും. അങ്ങനെ വെളിപ്പാട് 17 എതിർ ക്രിസ്തുവിനെ മൃഗമെന്നും മതനേതൃത്വത്തെ മഹാവേശി എന്നും ചിത്രീകരിച്ചിരിക്കുന്നു. വെളിപ്പാട് 17 എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അന്തിക്രിസ്തുവിനെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ബീസ്റ്റ്, അല്ലേ? മൃഗമെന്നും. മതനേതൃത്വത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? മഹാവേശി എന്നും ചിത്രീകരിച്ചിരിക്കുന്നു. നമ്മൾ കൂട്ടുകാരായിട്ടുള്ളവർ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കെപ്പോഴും ബന്ധം ഉണ്ടാകേണ്ടത് യേശു കർത്താവിനോടായിരിക്കണം. യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിള്ളലുണ്ടാക്കുന്ന മറ്റെല്ലാ സംഗതികളും നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിച്ച് കളയണം. തികഞ്ഞ ഭക്തിയോടുകൂടെ, ദൈവാശ്രയ ബോധത്തോടുകൂടെ ദൈവവചനം പഠിച്ച് ധ്യാനിച്ച് യേശു അപ്പച്ചൻ്റെ നല്ല മക്കളായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മൾ പരിശ്രമിക്കണം. നോക്കൂ, ഇവിടെ എതിർ ക്രിസ്തുവിനെ മൃഗത്തോടും അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിനെ മൃഗമെന്നും മതനേതൃത്വത്തെ മഹാവേശി എന്നും ചിത്രീകരിച്ചിരിക്കുന്നു. നോക്കിയേ, അപ്പോൾ ഏതാനും നാളുകൾ കഴിയുമ്പോൾ സാത്താൻ എതിർ ക്രിസ്തുവിൻ്റെ മേൽ മഹാക്രോധത്തോടെ ആവസിച്ച് മതനേതൃത്വത്തോടുള്ള ഉടമ്പടി ലംഘിച്ച് മതത്തെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും തകർത്ത് കളയും. അപ്പോൾ പിശാചിൻ്റെ കാര്യം, പിശാച് എന്ന് പറയുന്ന ആള് നമ്മുടെ വഴി അടയ്ക്കുന്ന ആൾ മാത്രമല്ല. പലപ്പോഴും പിശാചിനെ പറ്റിയുള്ള നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള വഴി അടച്ചു, അല്ലെങ്കിൽ ബന്ധനമാണ്, കെട്ടാണ്. അത് മാത്രമല്ല, പിശാച് എപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ മാർഗത്തിന് വിരോധമായി ചിന്തിക്കുന്നയാളാണ്. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഈ പിശാച് മാനവജാതിയെ മുഴുവൻ നശിപ്പിക്കേണ്ടതിന് വേണ്ടി മഹാക്രോധത്തോടു കൂടെയാണ് വരുന്നത്. അങ്ങനെ മഹാക്രോധത്തോട് കൂടെ വരുന്ന ഈ സാത്താൻ എന്ത് ചെയ്യും?
മഹാക്രോധത്തോട് വരുന്ന ഈ സാത്താൻ എതിർ ക്രിസ്തുവിൻ്റെ മേൽ ആവസിക്കും. എതിർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇവൻ ആവസിച്ചിട്ട് മതനേതൃത്വങ്ങളോടുള്ള ഉടമ്പടി ലംഘിച്ച് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു, മതത്തെയും അതിൻ്റെ സ്ഥാപനങ്ങളെ എന്ത് ചെയ്യും? തകർത്ത് കളയും. അങ്ങനെ എതിർ ക്രിസ്തു യഹൂദന്മാരുമായും ആരംഭകാലത്ത് സഖ്യത ഉണ്ടാക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ യഹൂദൻ യെരുശലേമിൽ ദേവാലയം പണിത് ആരാധിക്കുകയും ചെയ്യും. അപ്പോൾ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മഹോദരകാല സമയത്ത് നടക്കുന്ന ഞാൻ പ്രധാനപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാമധേയ സഭകൾ, നാമധേയ ക്രിസ്ത്യാനികളുടെ വലിയൊരു കൂട്ടം അവർ ഒരു നേതാവിൻ്റെ, ഒരു മതനേതാവിൻ്റെ കീഴിൽ സംഘടിക്കപ്പെടും. ഒരു പക്ഷെങ്കിൽ അത് പോപ്പാകാം, അല്ലെങ്കിൽ പോപ്പിന് സമാനമായ മറ്റൊരു സംവിധാനം ഉണ്ടായി വരാം. അപ്പോൾ അങ്ങനെ മതനേതാവിൻ്റെ കീഴിൽ സംഘടിക്കുന്ന ഇവരെന്ത് ചെയ്യും? ഈ മതനേതാവും എതിർ ക്രിസ്തുവും സഖ്യത ചെയ്യും. എന്നാൽ ഈ എതിർ ക്രിസ്തുവിനെ മൃഗമെന്നും മതനേതൃത്വത്തെ മഹാവേശയെന്ന് ചിത്രീകരിച്ചിരിക്കുന്നു. കുറെ നാൾ കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, സാത്താൻ ശക്തിയോടുകൂടെ എതിർ ക്രിസ്തുവിൻ്റെ മേൽ വരികയും എതിർ ക്രിസ്തു മതത്തെയും അതിൻ്റെ സ്ഥാപനങ്ങളെയും തകർത്ത് കളയും. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, എതിർ ക്രിസ്തു ആരംഭകാലത്ത് ഈ 3.5 വർഷത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യത്തെ 3.5 വർഷത്തെ കാര്യങ്ങൾക്കകത്ത് വരുന്നൊരു കാര്യമാണിത്. ആരംഭകാലത്ത് എതിർ ക്രിസ്തു യഹൂദന്മാരുമായും സഖ്യത ഉണ്ടാക്കും. അങ്ങനെ യഹൂദൻ യെരുശലേമിൽ എന്ത് പണിയും? യഹൂദൻ യെരുശലേമിൽ തങ്ങളുടെ ദേവാലയം പണിത് ആരാധിക്കുകയും ചെയ്യും. എന്നാൽ എതിർ ക്രിസ്തുവിന് സാത്താന്യ അഭിഷേകം ഉണ്ടാകുമ്പോൾ അവൻ യഹൂദനുമായുള്ള ഉടമ്പടി ലംഘിച്ച് ദേവാലയത്തിലെ ആരാധന തടയുകയും തൽസ്ഥാനത്ത് തൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യും. നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് ബൈബിള് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. യഹൂദനുമായി എതിർ ക്രിസ്തു പ്രാരംഭകാലത്ത് സഖ്യത ഉണ്ടാക്കും. ഈ യഹൂദൻ തന്നെ യെരുശലേമിൽ എന്ത് ചെയ്യും? അവിടെ ദേവാലയം പണിത് അവരുടെ ആരാധന തുടങ്ങും. യഹോവയുടെ നാമത്തിലുള്ള ആരാധന അവർ വീണ്ടും ആരംഭിച്ച് അവർ അതിശക്തമായ ആരാധന തുടങ്ങും. എന്നാൽ പിന്നീട് ഈ എതിർ ക്രിസ്തു സഖ്യതയൊക്കെ സഖ്യത മറക്കും. എപ്പോഴാണ് സഖ്യത മറക്കുന്നത്? തൻ്റെ മേലൊരു സാത്താന്യ അഭിഷേകം ഉണ്ടാകുമ്പോൾ. അങ്ങനെ സഖ്യതയൊക്കെ മറന്നിട്ട് അവൻ യഹൂദന്മാരോടുള്ള ഉടമ്പടി ലംഘിച്ച് ദേവാലയത്തിലെ ആരാധന തടയുകയും തൽസ്ഥാനത്ത് ഈ എതിർ ക്രിസ്തു ചെയ്യുന്നൊരു കാര്യമുണ്ട്. എതിർ ക്രിസ്തു തൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യും. അപ്പോൾ തനി നിറം പുറത്തു വരികയാണ്. എതിർ ക്രിസ്തു എന്ത് ചെയ്യും? തൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യും. മത്തായി 24:15 നമുക്കത് കാണാൻ കഴിയുന്നു. വെളിപ്പാട് 13:14-15 വാക്യങ്ങൾ വായിക്കുക. യഹൂദന്മാർ അതിനെ നമസ്കരിക്കാൻ വിസമ്മതിക്കുന്നതിനാൽ അവർക്ക് വലിയ പീഡയുണ്ടാകും. നമുക്കറിയാം, യഹൂദന്മാർക്ക് മോശയിലൂടെ ലഭിച്ച ന്യായപ്രമാണം ഉണ്ടല്ലേ. ആ ന്യായപ്രമാണത്തിൽ എന്താണ് ശരിക്കും പറയുന്നത്? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അങ്ങനെ ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ ആ ഒരു ഏകദൈവ വിശ്വാസത്തോടു കൂടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആരാധനാലയത്തിലേക്ക് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഈ സാത്താൻ, ഈ എതിർ ക്രിസ്തു എന്ത് ചെയ്യും? അവരുടെ ആരാധനയെ തടയുകയും ആരാധിക്കേണ്ടതിന് തൻ്റെ ബിംബം അവിടെ സ്ഥാപിക്കുകയും ചെയ്യും. അപ്പോൾ യഹൂദന്മാർ ആ ബിംബത്തെ നമസ്കരിക്കാൻ വിസമ്മതിക്കും. അങ്ങനെ അവർക്ക് വലിയ പീഡ ഉണ്ടാകും. മഹോപദ്രവകാലത്തിൻ്റെ അവസാനത്തെ പകുതിയായ 3.5 വർഷം അവർ ഭയങ്കരമായ പീഡകൾ എന്ത് ചെയ്യും? അനുഭവിക്കും. അപ്പോൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യത്തെ 3.5 വർഷം ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നമുക്ക് അങ്ങോട്ട് പിടികിട്ടാതെ ഇരിക്കും. ആദ്യത്തെ 3.5 വർഷം ആ രീതിയിലാണ് ഇദ്ദേഹം പോകുന്നത്. മതങ്ങളുമായിട്ടൊക്കെ സഖ്യത ചെയ്ത്, യഹൂദനൊക്കെ ആയിട്ട് സഖ്യത ചെയ്ത് എല്ലാവരെ കൊണ്ടും ഇദ്ദേഹം ഒരു അനിഷേധ്യ നേതാവാണെന്ന് പറയിക്കത്തക്കവണ്ണമുള്ള ഒരു ലെവലിലാണ് പോകുന്നതെങ്കിലും ഫസ്റ്റ് 3.5 years കഴിയുമ്പോൾ ആദ്യത്തെ 3.5 വർഷത്തിന് ശേഷം വലിയ പീഡനമാണ്. മഹോദരകാലത്തിൻ്റെ ഭയങ്കരമായ പീഡകൾ യഹൂദന്മാർ അനുഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യും? യഹൂദന് പണ്ട് തൊട്ടേ ഒരു പ്രത്യേകതയുള്ളത്, നല്ലവണ്ണം പ്രഹരം ഏൽക്കുമ്പോൾ അവരെന്ത് ചെയ്യും? കർത്താവിങ്കിലേക്കും തിരിയും, അല്ലെങ്കിൽ യഹോവയെങ്കിലേക്ക് തിരിയും.
അങ്ങനെ പലവട്ടം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇവരിങ്ങനെ പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം ഇവരെ എന്ത് ചെയ്തിട്ടുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ അശൂരിനെ ഏൽപ്പിച്ചു കൊടുക്കും, ബാബിലോണിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കും, മറ്റ് ജാതിക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും, മിസ്രൈമർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവരവിടെ പോയി നല്ലവണ്ണം കഷ്ടമൊക്കെ അനുഭവിച്ച് കഷ്ടതയൊക്കെ അങ്ങോട്ട് പെരുകി വരുമ്പോൾ അവർ ദൈവത്തെ ഓർക്കും എന്ന് പറയുന്നത് പോലെ ഭയങ്കര പീഡകൾ അനുഭവിച്ച് അസഹനീയമായൊരവസ്ഥയിലെത്തുമ്പോൾ അവർ ദൈവത്തിങ്കിലേക്ക് തിരിയും. ആ സമയത്താണ് നമ്മൾ 2 സാക്ഷികളെ പറ്റിയുള്ള പ്രതിപാദ്യം കാണാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 3 മുതൽ 6 വരെ വായിക്കുമ്പോൾ 2 സാക്ഷികൾ, ഇവർ മോശയും ഏലിയാവുമാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ 2 പേരും ഏലിയാവും ഹാനോക്കും ആണെന്ന് പറയുന്ന നിഗമനങ്ങളൊക്കെ ആർഗ്യുമെൻറ്റുകളൊക്കെ ഉണ്ട്. എന്നാലും പൊതുവെ വിശ്വസിക്കുന്നത് മോശയും ഏലിയാവുമാണെന്നാണ്. അപ്പോൾ അവരുടെ മധ്യേ, യഹൂദന്മാരുടെ മധ്യേ അവരെന്ത് ചെയ്യും? ഇവർ 2 പേരും ശുശ്രൂഷിക്കും. ഈ സാക്ഷികൾ തങ്ങൾക്ക് ശുശ്രൂഷ തികച്ച ശേഷം അന്തിക്രിസ്തുവിനാൽ വധിക്കപ്പെടും. അവരുടെ ശവം തെരുവീതിയിൽ 3.5 ദിവസം കിടക്കുകയും അതിനുശേഷം അവരുടെ ശത്രുക്കൾ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച് മഹോപദ്രവ കാലം എന്ന് പറയുന്നത് കൊടിയ പീഡനങ്ങളുടെ കാലഘട്ടമാണ്. ആദ്യത്തെ 3.5 വർഷം ഞാൻ പറഞ്ഞതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ തനിനിറം ജനത്തിന് മനസ്സിലാകത്തില്ല. എതിർ ക്രിസ്തു മത നേതാക്കന്മാരുമായി സഖ്യതയുണ്ടാക്കും, എതിർ ക്രിസ്തു യഹൂദന്മാരുമായി സഖ്യതയുണ്ടാക്കും. യഹൂദന്മാർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു, അവരുടെ ആലയം പണിയപ്പെടുന്നു, ആലയത്തിൽ അവർ ആരാധന തുടങ്ങുന്നു. അങ്ങനെ അവർ ആരാധിച്ചിങ്ങനെ വരുമ്പോൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ മേൽ പൈശാചികമായ അഭിഷേകം ഉണ്ടാകുന്നു. പൈശാചികമായ അഭിഷേകം ഉണ്ടായിട്ട് യഹൂദന്റെ ആരാധനയെ എതിർ ക്രിസ്തു തടയുകയും പകരം ഏകദൈവ വിശ്വാസികളായ യഹൂദന്റെ ആരാധനയെ ഇദ്ദേഹം തടഞ്ഞിട്ട് പകരം തൻ്റെ ബിംബത്തെ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ ബിംബത്തെ നമസ്കരിക്കുവാൻ യഹൂദൻ വിസമ്മതിക്കും. കാരണം ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്നുള്ള മോശയിക ന്യായപ്രമാണത്തെ പറ്റി വ്യക്തമായ ബോധ്യമുള്ളവരാണ് ഇസ്രായേൽ മക്കൾ. അങ്ങനെ അവർ ഇതിനെ വിസമ്മതിക്കുമ്പോൾ എതിർ ക്രിസ്തു ഇവരെ വലിയ പീഡനങ്ങളിലൂടെ കടത്തി വിടും. അങ്ങനെ പീഡനങ്ങൾ അസഹനീയമായി വന്നപ്പോൾ അവർ എന്ത് ചെയ്യുകയാണ്? അവർ കുത്തിയവങ്കിലേക്ക് തിരിയാനായി തുടങ്ങുകയാണ്. മോശയും ഏലിയാവും അവരോട് വന്ന ദൈവവചനം പറയുന്നതായി കാണാൻ കഴിയുന്നു. ഈ പീഡയുടെ മധ്യേ ഇസ്രായേലിന് അനുതാപം ഉണ്ടാകുന്നു. അവർ കുത്തിയവങ്കിലേക്ക്, അതായത് യേശു ക്രിസ്തുവിങ്കിലേക്ക് നോക്കും. അപ്പോൾ ഇന്ന് കാണുന്ന ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. ഒരുപക്ഷെ ഇസ്രായേലിൽ യേശു കർത്താവിനെ അവർ കാണുന്നത് ഒരു വേറൊരു അവസ്ഥയിലായിരിക്കും. പക്ഷെങ്കിൽ ഇതിനൊക്കെ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഇതിനൊക്കെ വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അവർ അനുദപിച്ച് കുത്തിയവങ്കിലേക്ക്, യേശുക്രിസ്തുവിങ്കിലേക്ക് നോക്കാൻ പോകുന്നൊരു കാലം സമീപമാകാൻ പോവുകയാണ്. അവരൊരു ജാതിയായി രക്ഷിക്കപ്പെടാം. ഒരു ജാതിയുടെ രൂപാന്തരം, ഒരു ജാതിയുടെ രക്ഷ എന്നാണ് അതിന് പറയുന്നത്. അവരൊരു ജാതിയായി, യഹൂദന്റെ രക്ഷ, യഹൂദൻ ഒരു ജാതിയായി രക്ഷിക്കപ്പെടും. ഇതിനെ തുടർന്ന് എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ സകല ജാതികളും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂടി വരും. തക്ക സമയത്ത് അവരുടെ വിടുതലിനായി മശിഹ രാജാതിരാജാവായി തൻ്റെ സകല മഹത്വത്തോടും കൂടെ ഭൂമിയിലേക്ക് എഴുന്നള്ളുകയും ചെയ്യും. ഒലിവ് മലയിൽ നിൽക്കും. ഇതൊക്കെയാണ് നമ്മൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. 24 യഹൂദൻ അവൻ്റെ മതഭക്തി അല്ലെങ്കിൽ അവൻ്റെ ശരിക്കുള്ള അവസ്ഥയിലേക്ക് അവൻ എത്തും. ശരിക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ മനസ്സിലാക്കും, അവൻ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്ന കാര്യം, ക്രൂശിച്ചത്, ഞങ്ങൾ ആരെയാണോ തള്ളിപ്പറഞ്ഞത്, ഞങ്ങൾ ആരുടെ മുഖത്താണോ തുപ്പിയത്, ഞങ്ങൾ ആരെയാണോ ചാട്ടവാർ കൊണ്ട് അടിച്ചത്, ഞങ്ങൾ ആരുടെ മുകളിലാണോ കഠിനമേറിയ മരക്കുരിശ് വെച്ചത്, അവനാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് മനസ്സിലാക്കുകയും കുത്തിയവങ്കിലേക്ക് അവർ നോക്കുകയും, അതായത് യേശു ക്രിസ്തുവിങ്കിലേക്ക് അവർ നോക്കുകയും ഒരു ജാതിയായി രക്ഷിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ഇത് കണ്ടിട്ട് എതിർ ക്രിസ്തു തൻ്റെ പരിവാരങ്ങളുമായി എന്ത് ചെയ്യുന്നു? എതിർ ക്രിസ്തു തൻ്റെ കെട്ടുകളുമായി വന്നിട്ട് സകല ജാതികളോടും കൂടെ യെരുശലേമിനെതിരെ യുദ്ധം ചെയ്യുന്ന സമയത്താണ് യേശു മശിഹ രാജാതിരാജാവായി തൻ്റെ സകല മഹത്വത്തോടും കൂടെ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്നത്. ഇതിന് പറയുന്ന പേരാണ് മഹത്വ പ്രത്യക്ഷത.
നമുക്ക് നോക്കാം. സ്വർഗത്തിലെ സംഭവങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം. സ്വർഗത്തിലെ സംഭവങ്ങൾ എന്താണ്? രണ്ട് രീതിയിലുള്ള പ്രത്യക്ഷത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഒന്ന് മേഘപ്രത്യക്ഷത, രണ്ട് മഹത്വ പ്രത്യക്ഷത. അപ്പോൾ 7 വർഷം സഭ സ്വർഗത്തിലായിരിക്കും നമ്മൾ പറഞ്ഞു. ആ സമയത്തുള്ള പ്രതിഫല വിഭജനത്തെ പറ്റി നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഭൂമിയിൽ മഹോപദ്രവം നടക്കുമ്പോൾ വിശുദ്ധന്മാർ കർത്താവിനോട് കൂടി എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിൽ അവർ സന്തോഷമായി ജീവിക്കും. യേശുക്രിസ്തു തങ്ങൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലങ്ങൾ നൽകും. ക്രിസ്തുവിൻ്റെ ന്യായാസനം സ്ഥാപിതമാകുന്നത് ഈ അവസരത്തിലാണ്. അപ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഈ ഒരു 7 വർഷം സഭ സ്വർഗത്തിലായിരിക്കും. ഈ സഭ സ്വർഗത്തിലായിരിക്കുന്ന സമയത്താണ് പ്രതിഫലം കൊടുക്കുന്നത്. പ്രതിഫല വിഭജന സമയത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സമയത്ത് തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ന്യായാസനം സ്ഥാപിതമാകുന്നത്. ഞാൻ പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾ ചെയ്യുന്ന തിന്മകളാട്ടെ നന്മകളാകട്ടെ, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നന്മകളെക്കാൾ ഒരുപക്ഷെ കൂടുതൽ തിന്മകൾ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ തിന്മകളൊക്കെ സ്വർഗത്തിലെ അപ്പച്ചൻ കാണുന്നുണ്ട്. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. ഈ ഭൂമിയിലെ ഇന്ന് കാണുന്ന സ്കാനറിനേക്കാളെല്ലാം മികച്ച, എന്താ പറയുന്നത്, 10,000 മടങ്ങ് മികച്ച കണ്ണുകളാണ് അവൻ്റേത്. അതായത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ പ്രവൃത്തികളെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നൊരു സ്വർഗമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ 5:10 നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ന്യായാസനം വിശ്വാസികളുടെ പ്രവൃത്തികൾ പരിശോധിക്കുന്നതിനുള്ളതത്രേ. ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. റോമർ 8:1. പിന്നെയോ പ്രതിഫല വിഭജനമാണ്. പ്രതിഫല വിഭജനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതിനാൽ ഈ അവസരത്തിൽ നടക്കുന്ന ശിക്ഷാവിധിയല്ല, ഇതൊരു ന്യായവിസ്താരത്തെ സംബന്ധിക്കുന്ന കാര്യം മാത്രമാണ്. ശിക്ഷാവിധിയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി, അതായത് ന്യായാസനങ്ങളുടെ കാര്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും എല്ലാവരും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായാസനത്തിന് മുമ്പ് വെളിപ്പെടേണ്ടതാകുന്നു എന്ന കാര്യമൊക്കെ ഇത് ശിക്ഷാവിധിയെ പറ്റി പറയുന്നൊരു വേദഭാഗമല്ല എന്നുകൂടെ മനസ്സിലാക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വേദഭാഗങ്ങൾ ദൈവവചനത്തിലുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 10 വരെ, റോമാലേഖനം 14:10 മുതൽ 12 വരെ, ദാനിയേൽ 12:12, ഇവിടെയൊക്കെ ഇത് കാണാനായിട്ട് കഴിയുന്നു. ഇനി നോക്കാം, ന്യായം തീർപ്പിനുള്ള പുസ്തകങ്ങൾ. അതായത് ന്യായാസനങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ന്യായം തീർക്കാൻ എന്തൊക്കെ പുസ്തകങ്ങളാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ജീവൻ പഴയ പുതിയ നിയമവിശുദ്ധന്മാരുടെയും പേരുകൾ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇതിനൊത്തിരി വേദഭാഗങ്ങൾ പറയുന്നുണ്ട്. സങ്കീർത്തനം 87:47, വെളിപ്പാട് 3:5, വെളിപ്പാട് 13:8, വെളിപ്പാട് 20:15, പുറപ്പാട് 32:32. അപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പഴയ നിയമവിശുദ്ധന്മാരുടെയും പുതിയ നിയമവിശുദ്ധന്മാരുടെയും പേര് രേഖപ്പെടുത്തിയിരിക്കും. അതാണ് ഒന്നാമത്തെ പുസ്തകം. ദൈവം കർത്താവ് നമ്മെ ന്യായം വിധിക്കുന്ന ദിവസം, ന്യായവിധിയുടെ നാളിൽ ഒന്നാമത്തെ പുസ്തകം കുറച്ച് പുസ്തകങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഒന്നാമത്തെ പുസ്തകം ജീവന്റെ പുസ്തകമാണ്. പുസ്തകം എന്താണ്? ഓർമ്മയുടെ പുസ്തകമാണ്. സകല വിശുദ്ധന്മാരുടെയും പ്രവർത്തികളെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഓർമ്മയുടെ പുസ്തകം. മലാക്കി 3:16 നമുക്കത് കാണാൻ കഴിയുന്നു. 1 ജീവന്റെ പുസ്തകം, 2 ഓർമ്മയുടെ പുസ്തകം, 3 ദൈവവചനം. അപ്പോൾ ജീവന്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, ദൈവവചനം. ദൈവവചനത്തെ പറ്റി നമുക്കറിയാമല്ലോ. മനുഷ്യനോടുള്ള സകല ദൈവിക നിയമങ്ങളും രക്ഷാമാർഗവും അവർ അനുഷ്ഠിക്കേണ്ടുന്ന ജീവിത പ്രമാണങ്ങളും അടങ്ങിയിരിക്കുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായമായ തീർപ്പ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ
നമ്മൾ എങ്ങനെ നടക്കണമെന്ന് പറയുന്ന പുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവവചനത്തിന് അനുസൃതമായി നമ്മൾ ജീവിക്കണം. ഇല്ല എങ്കിൽ ന്യായമായ തീർപ്പിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിലുള്ള ന്യായമായ ഒരു തീർപ്പുണ്ടാകുമെന്ന് മനസ്സിലാക്കണം. ഒന്നാമത് ജീവന്റെ പുസ്തകമാണ്. രണ്ടാമതായിട്ട് ജീവന്റെ പുസ്തകത്തിൽ പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പേരുകളുണ്ടാകും. രണ്ടാമത് ഓർമ്മയുടെ പുസ്തകം, നാം ചെയ്ത എല്ലാ പ്രവൃത്തികളും രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഓർമ്മയുടെ പുസ്തകം. മൂന്നാമതായി ദൈവത്തിൻ്റെ വചനം, ഇത് നമ്മുടെ ബുക്ക് ഓഫ് ലോ ആണ്, നമ്മുടെ നിയമപുസ്തകമാണ്. നാലാമതായി പ്രകൃതിയാകുന്ന പുസ്തകത്തെ പറ്റിയും സങ്കീർത്തനം 50:4 കാണാനായിട്ട് കഴിയുന്നു. പ്രകൃതി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യന്റെ പ്രവൃത്തികളെ പറ്റി ഇടപെടുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന കാര്യമായിരിക്കാം ഒരുപക്ഷെ ഈ കാര്യത്തിൽ പറയുന്നു. അഞ്ചാമതായി മനസ്സാക്ഷി പുസ്തകം, റോമാലേഖനം 2:15. മേൽപ്പറഞ്ഞ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസികളുടെ പ്രവൃത്തികൾ 2 കൊരിന്ത്യർ 5:10. വാക്കുകൾ, വിശ്വാസികളുടെ വാക്കുകൾ, മത്തായി സുവിശേഷം 12:35-36 വരെയുള്ള വേദഭാഗം. അതുപോലെ തന്നെ ആലോചനകൾ, രഹസ്യങ്ങൾ, ഈ വാക്യങ്ങളെല്ലാം നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വാക്യങ്ങളെല്ലാം പ്രത്യേകമായി നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണം. ഒന്നാമതായി വിശ്വാസികളുടെ പ്രവൃത്തികൾ, 2 വാക്കുകൾ, 3 ആലോചനകൾ, 4 രഹസ്യങ്ങൾ. ഇവയെല്ലാം അന്ന് ലഭിക്കും, ചിലർക്ക് ലഭിക്കുന്നത് താഴ്ചയായിരിക്കും. അപ്പോൾ ദാനിയേൽ 12:13 നമുക്കത് കാണാൻ കഴിയുന്നു. നന്മയ്ക്കുള്ള പ്രതിഫലം എന്താണ്? മഹത്വവും മാനവും അധികാരവുമായിരിക്കും. അപ്പോൾ ന്യായവിസ്താരത്തിൽ അല്ലെങ്കിൽ ന്യായ വിസ്താരത്തിന്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ ഏതൊക്കെ പുസ്തകങ്ങളാണ് അവിടെ ഉള്ളത്? ഒന്നാമതായിട്ട് ജീവന്റെ പുസ്തകം, അതിൽ എന്തൊക്കെ കാണാൻ കഴിയുന്നു? പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുടെ പേരുകൾ കാണാൻ കഴിയുന്നു. രണ്ടാമത് ഓർമ്മയുടെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? വിശുദ്ധന്മാരുടെ പ്രവർത്തികളെ പറ്റി എഴുതിയിരുന്ന പുസ്തകമാണ് ഓർമ്മയുടെ പുസ്തകം. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം. നാലാമത് പ്രകൃതിയാകുന്ന പുസ്തകം. അഞ്ചാമത് മനസാക്ഷി പുസ്തകം. അപ്പോൾ നമ്മൾ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകും, നന്മയുണ്ടാകും, പ്രതിഫലമുണ്ടാകും. പ്രതിഫലം എന്താണ്? മഹത്വവും മാനവും അധികാരവുമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വരവിൽ അല്ലെങ്കിൽ ന്യായവിസ്താരത്തിൻ്റെ മുൻപിൽ തലകുനിച്ച് നിൽക്കാതെ തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ദൈവവചനപ്രകാരം ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് കിരീടങ്ങളെ പറ്റി ചിന്തിക്കാം. എന്താണ് കിരീടങ്ങൾ? ദൈവസന്നിധിയിൽ പ്രതിഫലം വിഭജിക്കുന്ന സമയത്ത് തൻ്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന 6 വിധ കിരീടങ്ങളെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നു. 6 വിധ കിരീടങ്ങളെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ജീവന്റെ കിരീടം. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യേ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് എന്ത്? ജീവന്റെ കിരീടം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അതിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? ഒഴുക്കിനെതിരെയാണ് നമ്മൾ നീന്തേണ്ടത്. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികൾക്കും എതിരെ നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്ത് തന്നെ ജീവിക്കണം. പിശാചിനോട് സന്ധി കൂടാനായിട്ട് പാടില്ല. ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന കിരീടം എന്ന് പറയുന്നത് ജീവന്റെ കിരീടമാണ്, ജീവകിരീടം. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യേ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് എന്ത്? ജീവന്റെ കിരീടം. 2 നീതിയിൻ കിരീടം. ജീവന്റെ കിരീടത്തെ പറ്റി പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിലാണ്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 2:10 ജീവന്റെ കിരീടത്തെ പറ്റി പറയുന്നുണ്ട്. രണ്ടാമത് നീതിയിൻ കിരീടം. നല്ല പോർ പൊരുത്, വിശ്വാസം കാത്ത് ഓട്ടം തികയ്ക്കുന്നവർക്ക് വേണ്ടി. 2 തീമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. അപ്പോൾ എനിക്ക് എന്ത് ലഭിക്കുന്നു? എനിക്ക് നീതിയുടെ കിരീടം ലഭിക്കും. അപ്പോൾ രണ്ടാമത് ലഭിക്കുന്ന നീതിയുടെ കിരീടമാണ്. അത് ആർക്കാണ് ലഭിക്കുന്നത്? നല്ല പോർ പൊരുതുന്നവർക്ക്, വിശ്വാസം കാക്കുന്നവർക്ക്, ഓട്ടം തികയ്ക്കുന്നവർക്ക്. മൂന്നാമതായി അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഓടി പരാജയപ്പെട്ടവർക്കല്ല, വിശ്വാസം പൂർത്തീകരിക്കാത്തവർക്കല്ല, ഈ ഭൂമിയിൽ പരാജയപ്പെട്ടവർക്കല്ല നീതിയുടെ കിരീടം, ഓട്ടം തികച്ചവർക്കാണ് നീതിയുടെ കിരീടം എന്ന് എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കണം. മൂന്നാമതൊരു കിരീടമുണ്ട്, അതിന് പറയുന്ന പേരാണ് വാടാത്ത കിരീടം.
ഒന്ന് ജീവകിരീടം, രണ്ട് നീതിയിൻ കിരീടം, മൂന്ന് വാടാത്ത കിരീടം. ലോകത്തിന്റെ മാലിന്യം പറ്റാത്ത എന്താ പറയുക വർജനം ആചരിക്കുന്നവർക്ക്, അപ്പോൾ ലോകത്തിന്റെ മാലിന്യങ്ങളൊക്കെ പറ്റാതെ വർജനം ആചരിക്കുന്നവർക്കുള്ള കിരീടമാണ് വാടാത്ത കിരീടം. നിങ്ങൾ സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ കൂട്ടുകാരിൽ വളരെ തിന്മ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടാവാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവവചനത്തിന് വിരോധമായ അല്ല ദൈവവചനത്തിൽ ഇല്ലാത്തൊരു കാര്യം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടാൽ അത് മാലിന്യമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള മാലിന്യം പറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വർജനം ആചരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വാടാത്ത കിരീടം കിട്ടും. നാലാമതായി തേജസ്സിൻ്റെ കിരീടം. ആട്ടിൻകൂട്ടത്തിന് മാതൃകയുള്ളവരായി അധ്യക്ഷത ചെയ്ത കർത്തൃദാസന്മാർക്ക് എന്താ ലഭിക്കുന്നത്? തേജസ്സിൻ്റെ കിരീടം ലഭിക്കുന്നു എന്ന് 1 പത്രോസ് 5:14 വാക്യത്തിൽ പറയുന്നു. മാതൃകയായി ജീവിക്കുന്ന അധ്യക്ഷന്മാർക്ക്, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായി ജീവിക്കുന്ന അധ്യക്ഷന്മാർക്ക് ലഭിക്കുന്നതാണ് തേജസ്സിൻ്റെ കിരീടം. അതാണ് 1 പത്രോസ് 5:4 പറയുന്നത്. അഞ്ചാമത്തത് പ്രശംസാ കിരീടമാണ്. തങ്ങളുടെ ശുശ്രൂഷയാൽ ആത്മാക്കളെ രക്ഷയിലേക്കും യഥാർത്ഥ ശിഷ്യത്വത്തിലേക്കും നടത്തിയവർക്ക് എന്ത് ലഭിക്കും? പ്രശംസാ കിരീടം ലഭിക്കും. അപ്പോൾ 5 കിരീടത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 1 ജീവന്റെ കിരീടം, 2 നീതിയിൻ കിരീടം, 3 വാടാത്ത കിരീടം, 4 തേജസ്സിന്റെ കിരീടം, 5 പ്രശംസാ കിരീടം. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെയുണ്ട്, 6ാമത് പൊൻകിരീടം. സകല വിശുദ്ധന്മാർക്കും അവരുടെ രാജത്വത്തിന്റെ ചിഹ്നമായി ലഭിക്കുന്നതാണ് എന്ത്? പൊൻ കിരീടം. വെളിപ്പാട് 4:4 മുതൽ 11 വരെ, അതുപോലെ 5:9 മുതൽ 10 വരെ കാണാൻ കഴിയുന്നു. ഇനിയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിക്കും. കുഞ്ഞാടിൻ്റെ വിവാഹ മഹോത്സവം അഥവാ സഭയുടെ തേജസ്കരണം. കുഞ്ഞാടിൻ്റെ വിവാഹ മഹോത്സവം അഥവാ സഭയുടെ തേജസ്കരണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വിശ്വാസികളുടെ പ്രവൃത്തികൾ പരിശോധിച്ച ശേഷം വെന്തു പോകേണ്ടത് സകലവും നീങ്ങുകയും അനശ്വരമായത് അലങ്കാര വസ്ത്രമായി ഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ന്യായാസനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു ശിക്ഷാവിധി അല്ല അവിടെ നടക്കുന്നത്. ന്യായാസനത്തിന് മുൻപാകെ യേശു കർത്താവ് ചില കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യും. അപ്പോൾ മനുഷ്യൻ്റെ പ്രവൃത്തി വിശ്വാസികളുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ അനലിസിസ് അവിടെ ഉണ്ടാവും. അങ്ങനെ വലിയൊരു അനലിസിസ് അവിടെ ഉണ്ടായതിനു ശേഷം വെന്തു പോകേണ്ടത് സകലം എന്ത് ചെയ്യും? നീങ്ങിപ്പോവുകയും അനശ്വരമായത് അലങ്കാര വസ്ത്രമായി ഭവിക്കുകയും ചെയ്യും. ക്രിസ്തു രാജത്വം ഏറ്റെടുക്കുന്നു. ഈ അവസരത്തിൽ സഭ തന്നോടൊന്നിച്ച് തേജസ്കരണം പ്രഹവിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി പ്രവചനങ്ങളുണ്ട്. അതിലൊന്നാമത്തെ പ്രവചനം എന്തായിരുന്നു? യേശു മനുഷ്യപുത്രനായി വരുമെന്നുള്ള പ്രവചനമാണ്. അത് നിറവേറി. 2, യേശു ഇനി 3 പ്രവചനങ്ങൾ നിറവേറാനായിട്ടുണ്ട്. യേശു മണവാളനായിട്ട് വരണം, യേശു ന്യായാധിപതിയായി വരണം, യേശു രാജാവായി വരണം. ഈ 3 പ്രവചനങ്ങളാണ് ഇനി നിറവേറാനായിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, യേശു രാജത്വം ഏറ്റെടുക്കുന്നു. ഈ അവസരത്തിൽ സഭ യേശുവിനോടൊന്നിച്ച് തേജസ്കരണം പ്രാപിക്കുന്നു. ഈ സന്തോഷ മഹോത്സവം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഈ ഒരു ടൈറ്റിലിനെ, കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന ടൈറ്റിലിനെയൊക്കെ പല പ്രിയപ്പെട്ടവരും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പം കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണം അല്ല കുഞ്ഞാടിൻ്റെ മണിയറ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനൊരു മാനുഷികമായ രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. ഇതിനെ നമ്മൾ എപ്പോഴും ബുദ്ധിക്ക് അതീതമായ ദൈവപ്രവൃത്തിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇതൊരു സന്തോഷ മഹോത്സവമാണ്. ഇതൊരു ജോയിനിങ് ടുഗദറാണ്. ഈ ജോയിനിങ് ടുഗദറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എന്നും വെയിലാറുമ്പോൾ യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ ഓടിയെത്തുമ്പോൾ ആദമും ഹവയും ആ ദൈവത്തെ ചെല്ലുന്ന ഒരു യൂണിയൻ ഉണ്ട്. ആ യൂണിറ്റിയാണ് പിശാച് നഷ്ടപ്പെടുത്തിയത്. എന്നാൽ യേശു തൻ്റെ രക്തത്താൽ സഭയെ വീണ്ടെടുക്കുകയും കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസത്തിൽ ഇവരൊന്നായി മാറുകയും ചെയ്യുന്നു. സഭ തേജസ്കരിക്കപ്പെടുകയും കുഞ്ഞാട് രാജാവായി മാറുകയും ചെയ്യുന്നു. ഇറ്റ്സ് എ ടൈം ഓഫ് റീജോയിനിങ്ങിൻ്റെ ഒരു പുനർനിർമ്മിതിയുടെ സമയമായിട്ടാണ് നമ്മളിതിനെ എന്ത് ചെയ്യേണ്ടത്?
കാണേണ്ടത്. ഈ അവസരത്തിൽ ഈ കുഞ്ഞാടിൻ്റെ കല്യാണ സമയത്താണ് സ്വർഗത്തിൽ ഹല്ലേലൂയ ശബ്ദത്തിൻ്റെ ധ്വനി ഉണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന പദവി പുതിയ നിയമ വിശ്വാസികളുടെ സമൂഹമായ സഭയ്ക്ക് മാത്രമാണുള്ളത്. ക്രിസ്തുവിൻ്റെ മണവാട്ടി ആരാണ്? പുതിയ നിയമസഭയിലെ പുതിയ നിയമസഭ വിശ്വാസികളുടെ സമൂഹമായ സഭയ്ക്കാണുള്ളത്. യോഹന്നാൻ സ്നാപകൻ ഉൾപ്പെടെ പഴയ നിയമ വിശ്വാസികൾ മണവാളൻ്റെ സ്നേഹിതന്മാരാണ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3:29 കാണാൻ കഴിയും. അപ്പോൾ പഴയ നിയമ വിശ്വാസികൾ മണവാളൻ്റെ സ്നേഹിതന്മാരാണ്. മണവാട്ടി എന്ന് പറയുന്നത് ആരാണ്? പുതിയ നിയമവിശ്വാസികളായ സഭയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. പഴയ നിയമവിശുദ്ധന്മാരും മഹോദരകാലത്ത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചവരും ഒക്കെ ഈ കല്യാണ സദ്യയ്ക്ക് നമ്മൾ 14 മുതൽ 15 വരെ വായിക്കുമ്പോൾ ഈ മഹോത്സവത്തെ തുടർന്നാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള കാര്യം, ഒരു പക്ഷെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിലും ഒരു കാര്യം നമ്മൾ വിശ്വസിക്കണം, കർത്താവ് മേഘങ്ങളിൽ തൻ്റെ സഭയെ എടുക്കാനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. ചോദ്യങ്ങളുണ്ട്, ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുക. ഞാൻ ചാപ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ വിശദീകരിച്ച് തന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാ കൂട്ടുകാരെയും കർത്താവ് അനുഗ്രഹിക്കണ്ടേ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ പഠനം അല്ലെങ്കിൽ ഈ സമയം എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളുടെ കണ്ണുകളടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളിലെല്ലാം കർത്താവ് നമ്മെ സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവ് അങ്ങയുടെ 2ാം വരവിനെ പറ്റിയും അതുപോലെ തന്നെ അങ്ങയുടെ ന്യായാസനത്തെ പറ്റിയും അതുപോലെ തന്നെ അതിനനുബന്ധമായ മറ്റെല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഈ ഭൂമിയിൽ നടക്കുന്ന മഹോപദ്രവ കാലത്തെ പറ്റിയൊക്കെ പഠിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ദൈവസ്ഥാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരുമിച്ച് നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൂട്ടുകാരെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് ഒരു 3ാം ക്ലാസ് തൊട്ടുള്ള പല ക്ലാസ്സുകളും ഉണ്ട്. 10ാം അധ്യായം 11ാം അധ്യായം മുതലുള്ള പല അധ്യായങ്ങളും പല ക്ലാസ്സുകളിലെ എല്ലാ മിക്കവാറും 3ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള അധ്യായങ്ങൾ, 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അധ്യായങ്ങളൊക്കെ നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ 10 മുതലുള്ള അധ്യായങ്ങൾ ഓരോ ക്ലാസ്സിലെയും 3ാം ക്ലാസ് മുതൽ 10ാം അധ്യായം മുതലുള്ള പല അധ്യായങ്ങളും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം നിങ്ങളിതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. നിങ്ങളിത് കാണണം. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.